എൻ ശ്രീകുമാർ, രാഹുൽ ഗാന്ധിയുടെ വേഷഭൂഷാദികൾ വരെ മാറുന്നതും അദ്ദേഹത്തിന്റെ PR ഏജൻസി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതുമൊക്കെ ശ്രീ യുവരാജ് ഗോകുൽ ഇവിടെ സൂചിപ്പിച്ചു. അതുകൊണ്ട് ഇത് പ്രതീക്ഷിച്ചാൽ മതി, ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾക്ക് രാഹുലിന്റെ ഈ രീതിയിൽ താല്പര്യമില്ല. രാഹുലുമായിട്ട് മുന്നോട്ട് പോയാൽ എന്താകും സ്ഥിതി എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ മുൻകൂട്ടി തന്നെ ഇക്കാര്യങ്ങളിൽ ഒരു നിലപാടെടുക്കുന്നു എന്നാണ് ശ്രീ യുവരാജ് ഗോകുൽ പറയുന്നത്. താങ്കളുടെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? നോക്കൂ മഞ്ജുഷേ, നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലത്തെ പ്രശസ്തമായ രണ്ട് രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിലുള്ള മുന്നണികളെ കുറിച്ചാണ്. പ്രധാനമന്ത്രി മുതൽ ഇപ്പോൾ നമ്മളുടെ സുഹൃത്ത് യുവരാജ് വരെ രാഹുൽ ഗാന്ധിയാണ് കുറ്റം പറയുന്നത്. ഒരാളെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ വേഷഭൂഷാദികളിൽ കുറിച്ച് സംസാരിച്ച് അദ്ദേഹം ഒന്നിനും കൊള്ളില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ആ മനുഷ്യനെ വല്ലാതെ ഭയക്കുന്നു എന്നുള്ളതാണ്. നരേന്ദ്രമോദി നിലപാടുകളിൽ മാറ്റം വരുത്തുന്നില്ലെന്നാണ് BJP പ്രതിനിധി പറയുന്നത്. നരേന്ദ്രമോദി നിലപാടിൽ മാറ്റം വരുത്തണമെങ്കിൽ അദ്ദേഹം പത്രലേഖകരെ എപ്പോഴെങ്കിലും കാണണ്ടേ? രാഹുൽ ഗാന്ധി ആസേത് ഹിമാചലിൽ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് പത്രലേഖകർ അദ്ദേഹത്തെ സമീപിക്കും. ഓരോ രാഷ്ട്രീയത്തിൽ സാഹചര്യവും സന്ദർഭവും പ്രധാനമാണ്. വർത്തമാനകാല രാഷ്ട്രീയത്തിലെ സംസാരിക്കുമ്പോൾ ഭൂതകാലത്തിൽ അഭിരമിക്കുകയല്ല ചെയ്യേണ്ടത്. അതനുസരിച്ചിട്ട് നമ്മുടെ നിലപാടുകൾ ചിലപ്പോൾ മാറും, രാഷ്ട്രീയത്തിലെ നിലപാടുകൾ മാറും. യുവരാജന്റെ സുഹൃത്ത് സഞ്ജീവ് വാര്യരുടെ നിലപാട് എങ്ങനെയാ മാറിയത്? വെറുതെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ രാഹുൽ ഗാന്ധി അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കും, പ്രധാനമന്ത്രി അഭിപ്രായം പറയില്ല. ആ വ്യത്യാസം അത്രയേ ഉള്ളൂ. പിന്നെ രാഹുൽ ഗാന്ധി എന്ത് വേഷം ധരിക്കണം, അദ്ദേഹം കുർത്ത ഇടണോ, ജുബ്ബ ഇടണോ, മറ്റേ ടീഷർട്ട് ധരിക്കണോ എന്നൊക്കെ ഇവരെന്തിനാ തീരുമാനിക്കുന്നത്? ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോ കന്യാകുമാരിയില് ഇവരുടെ ആക്ഷേപം എന്തായിരുന്നു? രാഹുൽ ഗാന്ധിയുടെ ടീഷർട്ടിന് ഒരെണ്ണത്തിന് എത്ര 40 ലക്ഷമോ 40,000? എന്താണിത്? എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇവരുടെ നിലപാട് അയോധ്യയിൽ ഇവർ വ്യക്തമാക്കിയതല്ലേ? എന്നിട്ട് അയോധ്യയില് ഫൈസാബാദ് എന്ന ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്ന അയോധ്യ, ഫൈസാബാദിൽ ജയിച്ചതാരാ? സമാജ്വാദി പാർട്ടിയുടെ ഇന്ത്യ മുന്നണിയിൽ മത്സരിച്ച നേതാവ്. അപ്പൊ ആ നിലപാടുകൾക്കൊക്കെ ജനം എന്ത് വിലയാ കൽപ്പിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ നിലപാടിന് വില കൽപ്പിച്ചതുകൊണ്ടാണ് ഇന്ന് ബീഹാറിലെയും അതുപോലെ തന്നെ നമ്മളുടെ ആന്ധ്രയിലെയും രണ്ട് നേതാക്കളുടെ കാരുണ്യത്തിൽ പ്രധാനമന്ത്രി പദത്തിൽ നരേന്ദ്രമോദിക്ക് ഇരിക്കേണ്ട ഗതികേട് വന്നത്. ആ രണ്ട് നേതാക്കള് ഒന്ന് മാറിക്കഴിഞ്ഞാൽ അവസ്ഥ എന്താ? എന്തുകൊണ്ടാണ് നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി കൺവീനർ രാജിവെച്ചത്? തിരിച്ചു വരാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട്. പക്ഷേ ശ്രീ എൻ ശ്രീകുമാർ, അത് ശരിയാണ്. BJP ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കാവുന്ന ഒരു സമയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ല. അതാണ് ഞാൻ തുടക്കത്തിൽ ആ ഇൻട്രോയിൽ പറഞ്ഞത്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ ഐക്യം അനിവാര്യമായ ഒരു സമയമാണിത്. ആ സമയത്താണ് വിഘടിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് മുക്ത് ഭാരതം എന്ന് BJPയുടെ സ്വപ്നം. അതുപോലെ ഇപ്പോൾ കോൺഗ്രസ് മുക്ത് ഇന്ത്യ മുന്നണി എന്ന രീതിയിലാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് സഖ്യ പാർട്ടികൾ പറയുന്നത്. അത് പരസ്യമായിട്ട് തന്നെ ആ നിലപാട് പറയുകയാണ്. അതിലേറ്റവും ഒടുവിൽ ആരാണ്? ഇന്ന് ഉദ്ധവ് താക്കറെ സവർക്കറുടെ കാര്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? രാഹുൽ ഗാന്ധിയോട് ഇനി കാര്യം മിണ്ടരുത് എന്നാണ്. അങ്ങനെ ഒരു വിമർശനം സവർക്കർക്കെതിരെ വേണ്ട എന്നാണ്. ഇന്നലെ നാഷണൽ കോൺഫറൻസ് പറഞ്ഞത് എന്താണ്? ഈ EVM പറഞ്ഞുകൊണ്ട് ഇനി വരരുത് എന്നാണ്. അപ്പോൾ ഓരോ നിലപാടിലും കോൺഗ്രസിനെ വിമർശിക്കുകയാണ് സഖ്യ പാർട്ടികൾ. പിന്നെ എന്ത് ഐക്യമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്? താങ്കൾ പറയുന്നത് പോലെ ഈ NDA മുന്നണിയിലുള്ള പാർട്ടികളെ മറുകണ്ഠം ചാടിക്കുവാനുള്ള ശ്രമങ്ങളായിരുന്നു നടത്തേണ്ടത്. അത് ഈ ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ പറയുന്നുണ്ടായിരുന്നുവല്ലോ. ഇപ്പോൾ അത്ഭുതമൊന്നും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, തല്ലിപ്പിരിയുന്നത് പ്രതിപക്ഷ പാർട്ടികളാണ്. അല്ല, അതായത് ഈ ഇന്ത്യ മുന്നണി രൂപം കൊണ്ടപ്പോഴ് രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരായിട്ടുള്ള ഒരു മുന്നണിയാണിത്, ഒരു സഖ്യമാണ്, ഇതൊരു നീക്കുപോക്കാണ് പാർട്ടികൾ തമ്മില്. സംസ്ഥാനങ്ങളിലെ ഈ നിലപാട് നമുക്കില്ല. അതുകൊണ്ടാണ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത നിലപാടെടുക്കുന്നത്. ഇപ്പൊ നോക്കൂ, ആപ്പ് BJPക്കെതിരല്ലേ? പക്ഷെ ആപ്പ് ഡൽഹിയിൽ കോൺഗ്രസിനെ കൂട്ടുന്നില്ലല്ലോ മത്സരിക്കാനായി. സംസ്ഥാനങ്ങളിലെ നിലപാടല്ല പറഞ്ഞത്. സംസ്ഥാനങ്ങളിൽ ആ നിലപാടേ വരികയുള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അത് മാത്രമല്ല, കോൺഗ്രസിന് ശക്തിയുള്ള ഇടത്ത് സഖ്യ പാർട്ടികളെ പരിഗണിക്കുന്നു പോലുമില്ല കോൺഗ്രസ്. പക്ഷെ അങ്ങനെയല്ല, പാർലമെന്റിൽ സംയുക്തമായിട്ട് പോരാടാമല്ലോ. അതിനെന്ത് തടസ്സമാണ് ഉണ്ടാകുന്നത്? അവിടെയും സ്വാർത്ഥമായ താല്പര്യങ്ങളാണ്. സ്വന്തം നിലപാട് നോക്കി മാത്രമേ പാർട്ടികൾ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നതിൽ ഇനി അർത്ഥമില്ല. പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ്, മറ്റു പാർട്ടികൾക്ക് അവരുടെ നിലപാട്. അതല്ലാതെ ഇന്ത്യ പാർട്ടികൾ സംയുക്തമായിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നു എന്നൊന്നും പറയുന്നതിൽ ഇപ്പോൾ അർത്ഥം കാണുന്നില്ല എന്നേ ഉള്ളൂ. നോക്കൂ, ലോക്സഭയിലെ വിഷയാധിഷ്ഠിതമാണ് ഈ ഇന്ത്യ മുന്നണിയുടെ നീക്കം. ഓരോ വിഷയത്തിൽ അധിഷ്ഠിതമാണ്.
അപ്പോൾ എന്തുകൊണ്ടാണ് ചില വിഷയങ്ങളിൽ BJP പിന്നാക്കം പോയത്? എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം എന്താണ്? ചില വിഷയങ്ങളിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. കാരണം ഇന്ത്യ മുന്നണിയിലെ ഇന്ത്യ മുന്നണിയല്ല, BJP മുന്നണിയിലെ കക്ഷികൾക്ക് തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ആ അഭിപ്രായങ്ങൾ അതുകൊണ്ട് BJP മുന്നണി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഴയ കാലത്ത് BJP എന്താ പറഞ്ഞത്? ഭരണഘടന തന്നെ മാറ്റുന്നല്ലേ പറഞ്ഞത്. എന്താ പറ്റാതിരുന്നത്? എന്തുകൊണ്ടാണ്? ഭൂരിപക്ഷമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ തുമ്മിയാ തെറിക്കും, അത്ര ഉള്ളി BJP മുന്നണി പറയുന്നത്. പിന്നെ ഒരു കാര്യം യുവരാജ് പറഞ്ഞത് ശരിയാണ്. കാരണം അധികാരത്തിൽ എത്താൻ വേണ്ടിയാണ് സഖ്യം ഉണ്ടാവുക. അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നരസിംഹറാവു എങ്ങനെയാ ഭരിച്ചത് മഞ്ജുഷ? നമ്മൾ അത് മാത്രം എടുത്താൽ മതി. ന്യൂനപക്ഷ ഗവൺമെന്റായ നരസിംഹറാവു അധികാരത്തിലെത്തിയ ശേഷം 5 വർഷം തികച്ചല്ലോ. കാരണം ഭരണത്തിലേറിയാൽ നിലപാടുകളൊക്കെ വലിയ വ്യത്യാസം വരും. കാരണം ഭരണത്തിലേറിയാല് ആ ഭരണത്തോടാണ് താല്പര്യം കക്ഷികൾക്ക്. ഇപ്പൊ നമ്മുടെ CPM തന്നെ എടുക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണല്ലോ. അവര് പറയുന്നത് അവരാണ് ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും ഇടതുപക്ഷ ചിന്താഗതിയുള്ള BJP വിരുദ്ധരെന്ന് അവരാ പറയുന്നത്. അതിൽ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, CPയുടെ D രാജ, അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസ് ഞങ്ങളെ വേണ്ട പോലെ പരിഗണിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഒന്ന്. CPM എന്താണ്? CPMന്റെ നിലപാട് എന്താണ്? ദേശീയ തലത്തിൽ CPMന്റെ നിലപാടാണോ കേരളത്തിലെ CPMന്റെ നിലപാട്? കാരണം കേരളത്തിലെ CPMന്റെ ഭരണമുള്ളൂ. അപ്പൊ ഭരണകക്ഷി ഇപ്പൊ നാളെ കോൺഗ്രസ് ഏതെങ്കിലും രീതിയിൽ പെട്ടെന്നൊന്ന് ഈ 2 കക്ഷികളുടെ, ആന്ധ്രയിലെയും ബീഹാറിലെയും 2 നേതാക്കളുടെ കൃപ കൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ എത്തിയെന്ന് വെക്കുക, പിന്നെ BJP മുന്നണിയുടെ കഥ കഴിഞ്ഞു. കാരണം അവിടെ ഭരണത്തിലേറിയാൽ സംഗതി മാറും. എല്ലാവരും കൂടെ കൂടും, അത് ശരിയാണ്. പക്ഷേ ആ ഫ്ലോർ മാനേജ്മെന്റ് ഇപ്പോൾ ശരിയായ രീതിയിലല്ല പോകുന്നത്. അതിനൊരു നയതന്ത്രമുണ്ട്.